ബർമുഡ ട്രയാങ്കിൾ, ഇതിലെ ദുരൂഹതകൾ. നമസ്കാരം, ട്രാവലോഗിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര ബർമുഡ ട്രയാങ്കിൾ, ഇതിലെ ദുരൂഹതകൾ. നിങ്ങളുടെ സഞ്ചാരത്തിലേക്ക് അതിരുകളില്ലാത്ത രഹസ്യങ്ങളുമായി. ബർമുഡ ട്രയാങ്കിൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള മേഖലയാണ് ബർമുഡ ട്രയാങ്കിൾ. മിയാമി, ബർമുഡ, പെർട്ടോ എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള ഈ പ്രദേശം 500,000 ചതുരശ്ര മൈലുകൾ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. വർഷങ്ങളായി ഇവിടെ അനേകം കപ്പലുകളും വിമാനങ്ങളും താൻ അറിയാതെ വന്നുപോലെ ഇല്ലാതായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിളിൽ സംഭവിച്ച ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പട്ടിക. USS സൈക്ലോപ്സ് 1918 309 ജീവനക്കാരുമായി ബാർബറോസിൽ നിന്നും ബാൽഡിമോറിലേക്ക് യാത്ര ചെയ്തിരുന്ന US നേവിയുടെ കപ്പൽ കുഴപ്പമോ ദുരന്തസൂചനകളും ഇല്ലാതെ മറഞ്ഞുപോയി. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഫ്ലൈറ്റ് 19 1945 ഫ്ലോറിഡയുടെ തീരത്ത് പരിശീലനത്തിന് പറന്നുപോയ 5 US നേവി അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനം മറഞ്ഞുപോയി. 14 പേരടങ്ങിയ വിമാനത്തിന്റെ കണക്കും അവരെ തിരയാൻ പോയ രക്ഷാ വിമാനവും 13 ജീവനക്കാരുമായി ഇല്ലാതാവുകയായിരുന്നു. സ്റ്റാർ ടൈഗർ 1948, സ്റ്റാർ ഏരിയൽ 1949, ബ്രിട്ടീഷ് സൗത്ത് അമേരിക്കൻ എയർവേസിന്റെ സ്റ്റാർ ടൈഗർ എന്ന വിമാനവും സ്റ്റാർ ഏരിയൽ എന്ന വിമാനവും ബർമുഡ ട്രയാങ്കിളിൽ പറക്കുന്ന സമയത്ത് മറഞ്ഞുപോയി. ഇവയുടെ അവശിഷ്ടങ്ങളോ യാത്രക്കാരോ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. DC-3 വിമാനം 1948 29 യാത്രക്കാരുമായി പോർട്ടോ റിക്കോയിൽ നിന്നും മിയാമിയിലേക്ക് യാത്ര ചെയ്ത ഡഗ്ലസ് DC-3 വിമാനം അപ്രത്യക്ഷമായി. ഇതുവരെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. SS മാരിൻ സൾഫർ ക്വീൻ 1963 സൾഫർ കൊണ്ടുപോകുന്ന അമേരിക്കൻ ടാങ്കർ കപ്പൽ 39 ജീവനക്കാരോടൊപ്പം മറഞ്ഞുപോയി. ഒരു ചെറിയ ഭാഗം മാത്രമേ പിന്നീട് കണ്ടെടുത്തിട്ടുള്ളൂ. ബർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയ ദുരൂഹതകളുടെ തുടക്കം എപ്പോഴാണ്? ഇതിലെ കണക്കുകൾ ഒന്നും നോക്കുമ്പോൾ 1945 ഡിസംബറിൽ ഫ്ലൈറ്റ് 19 എന്ന പൈലറ്റുകൾക്കുള്ള പരിശീലന വിമാനം വെളിവില്ലാതെ ഇല്ലാതായതുകൊണ്ടാണ് ബർമുഡ ട്രയാങ്കിളിന്റെ പ്രഥമപ്പെട്ട ദുരൂഹതയിലേക്കുള്ള തുടക്കം. ആ വിമാനത്തിനായി നടത്തിയ തിരച്ചിലിനിടെ നിരവധി കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽ പെടുകയോ തങ്ങൾക്കും കാണാവുകയോ ചെയ്തു. ഇതോടെ ബർമുഡ ട്രയാങ്കിൾ എന്ന പ്രദേശം ഒരു ദുരൂഹതയുടെ ആൾദൈവമായി മാറി. ഈ ദുരൂഹതകളുടെ കാരണങ്ങൾ എന്താവാം? ചിലർ ഇത് പ്രകൃതി ദുരന്തങ്ങളായ കാറ്റുകളുടെ കനത്ത മഴയുടെയും പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. മറ്റു ചിലർ ഈ പ്രദേശത്ത് ഊർജീയമായ ഇലക്ട്രോമാഗ്നറ്റിക് ശക്തികൾ പ്രവർത്തിക്കുന്നതും അതിനാൽ വിമാനങ്ങളും കപ്പലുകളും വഴി തെറ്റുന്നതുമാണ് കാരണം എന്ന് പറയുന്നു. കുറച്ചുപേർ ഈ സംഭവങ്ങളെ ആലിയൻസിന്റെ ഇടപെടലുകളായും അല്ലെങ്കിൽ ആകാശവാസികളുടെ പ്രവർത്തനങ്ങളായും വിശ്വസിക്കുന്നു. എന്നാൽ ഇതുവരെ യാതൊരു തെളിവുകളും ഇതിനു പിന്തുണ നൽകുന്നില്ല. ഇപ്പോൾ ഈ ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹത ഒറ്റത്തോണത്തേക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? ആകാം. നമുക്ക് ഇതുവരെ ലഭ്യമായ ശാസ്ത്രീയ പഠനങ്ങൾ യാഥാർത്ഥ്യവും ഈ ദുരൂഹതയുടെ പിന്നിലെ സത്യവും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാണ്. ഇതുപോലെ അനേകം രഹസ്യങ്ങൾ നമ്മെ കാത്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവയെ അറിയാനും മനസ്സിലാക്കാനും കഴിയുന്നുവെന്ന് മാത്രമല്ല, ഇന്നത്തെ ഈ യാത്രയിലൂടെ നമുക്ക് പുതിയ അറിവും കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.